ഹലോ നമസ്കാരം. മൈൻസൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD കുറിച്ചാണ്. പലർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും നാർസിസം. അതായത് അമിതമായിട്ടുള്ള ഒരു സെൽഫ് ലവ് കാരണം അവനവനോട് തന്നെ അമിതമായിട്ടുള്ള ഒരു ഇഷ്ടവും പ്രാധാന്യവും ഒക്കെ കൊടുക്കുകയും മറ്റുള്ളവരെ തീരെ വില കൽപ്പിക്കുകയും ചെയ്യാത്തൊരു കണ്ടീഷനായിരിക്കും ഇത്. സാധാരണ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. സാധാരണ 12 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനൊരു 3 ക്ലസ്റ്റർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒന്നാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് റോമൻ കവിയായിട്ടുള്ള ഒവിഡ് അദ്ദേഹത്തിൻ്റെ മെറ്റോമോർഫോസിസ് എന്ന് പറയുന്ന ഒരു കവിതയിലാണ്. അതായത് ജലകന്യകയുടെ ശാപം മൂലം വെള്ളത്തിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ പ്രണയിച്ചിട്ട് അതേ വെള്ളത്തിൽ തന്നെ മുങ്ങി മരിച്ചിട്ടുള്ള സുന്ദരനായ ഒരു യുവാവിൻ്റെ കവിതയാണിത്. പലപ്പോഴും ഒരു വിക്ടിം ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് നേരിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇവരെ തിരിച്ചറിയാറുള്ളൂ. ഒരു NPD ഉള്ള വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? അവരുടെ ചില സാധാരണയായി കാണപ്പെടുന്ന ചില സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, അമിതമായിട്ടുള്ള ഒരു സെൽഫ് ലവ്. അതായത് അവനവനോട് തന്നെ ഒരു അമിതമായിട്ടുള്ള ഇഷ്ടം. ഞാനാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ്, ഞാൻ എൻ്റെ എനിക്ക് എന്നുള്ളൊരു ഭാവമായിരിക്കും ഇവർക്ക്. അതായത് നാർസിസം എന്നതിൻ്റെ മലയാളം വാക്ക് തന്നെ ആത്മരതി എന്നാണ്. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്ത് നടക്കുക, എപ്പോഴും സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവരും നമ്മളിങ്ങനെ പുകഴ്ത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ മറ്റുള്ളവരൊക്കെ ഇവരെക്കാൾ താഴ്ന്നതാണ് എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും ഇവർക്ക്. നമ്പർ 2, അറ്റൻഷൻ സീക്കിംഗ്. അതായത് ഒരു പ്രോഗ്രാമിലൊക്കെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇവരായിരിക്കണം എന്നായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. അതിനി മറ്റുള്ളവരുടെ പ്രോഗ്രാം ആയാലും ശരി, എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം. ഒരു വിവാഹമായിക്കോട്ടെ, മറ്റൊരാളുടെ ഒരു വിവാഹമായിക്കോട്ടെ, എല്ലാവരും ഇവരെ ശ്രദ്ധിക്കണം എന്നായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്യും? അതായത് അവിടെ കിടന്ന് അടിയുണ്ടാക്കാനോ ഷൗട്ട് ചെയ്യാനോ ഒന്നും ഇവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. നമ്പർ 3, സുപ്പീരിയോറിറ്റി ഭാവം. അതായത് എല്ലാവരും ഇവരുടെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ അതിൻ്റെ മേധാവിത്വം ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. അതായത് ഇവർക്ക് എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരുടെ അടിമയാണ്, എല്ലാവരെയും പുച്ഛിക്കുക, ഇൻസൾട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ഒരു മനോഭാവമായിരിക്കും ഇവരിൽ കാണപ്പെടുന്നത്. നമ്പർ 4, ലാക്ക് ഓഫ് എമ്പതി. അതായത് ഇവർ ഒട്ടും എമ്പത്തറ്റിക് ആയിരിക്കില്ല. എമ്പതി എന്നുള്ളൊരു വാക്ക് ഇവരുടെ ഡിക്ഷണറിയിൽ തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ ഇവർക്ക് സാധിക്കും. അവിടെ ഇനി മക്കളെന്നോ അല്ലെങ്കിൽ വൈഫെന്നോ പാരൻസ് എന്നോ ഒന്നുമില്ല. ഇവരുടെ കാര്യം മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഏത് രീതിയിലും യൂസ് ചെയ്യും. അതിലിവർക്കൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലൊന്നും ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. അത്തരത്തിലൊരു ക്യാരക്ടർ ആയിരിക്കും ഇവരിലുണ്ടാവുക. നമ്പർ 5, ചെറിയൊരു ക്രിറ്റിസിസം പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഇവരെക്കുറിച്ച് നമ്മൾ ചെറിയൊരു നെഗറ്റീവ് പറയുമ്പോഴേക്കും അവർ ഭയങ്കര അപ്സെറ്റ് ആവും. നമുക്ക് പുറമേക്ക് ഇവരെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ ഉള്ളിൽ എപ്പോൾ വേണേലും മുറിവേൽക്കാവുന്ന ഒരു സെൽഫ് എസ്റ്റീം കൊണ്ട് നടക്കുന്നവരായിരിക്കും ഇവർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവരെ ഡയറക്റ്റ്ലി ബാധിക്കാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടി ഇവർ ചിലപ്പോൾ അത് പേഴ്സണലായിട്ട് എടുത്തേക്കാം. സ്വന്തം കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ 24/7 ഇവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്പർ 6, നമ്മുടെ ബൗണ്ടറീസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുക. അതായത് ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിലൊന്നും ഇവരങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ബൗണ്ടറീസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവരുമായിട്ട് ഒന്നുകൂടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മുടെ ബൗണ്ടറീസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും, ചിലപ്പോൾ ദേഷ്യപ്പെടും. എന്നിട്ട് നമ്മൾ നിന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ചിലപ്പോൾ ഡിസ്കാർഡ് ചെയ്തേക്കാം. എന്നിരുന്നാലും ഇവർ സ്വന്തം കാര്യത്തിൽ അങ്ങനെയൊന്നല്ല. ഇവർ സ്വന്തം കാര്യത്തിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, ഒരു ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യുന്നവരായിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ ഇവരോട് ഒരു ചെറിയൊരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു നോ പറയുന്നതൊന്നും അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്പർ 7, ഹിപ്പോക്രസി. അതായത് അവർക്കൊരു നിയമം മറ്റുള്ളവർക്ക് മറ്റൊരു നിയമം എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ ഒരു പെരുമാറ്റം. അതായത് ഇവരുടെ നിയമങ്ങളൊക്കെ ഇവരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ഇവരുടെ വാല്യൂസ് ആയിക്കോട്ടെ അഭിപ്രായങ്ങളായിക്കോട്ടെ ഇവരത് മാറ്റിക്കൊണ്ടേയിരിക്കും. അതായത് മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ തെറ്റെന്ന് പറയുന്ന ഇവർ അതേ കാര്യം ഇവർ ചെയ്താൽ അത് ഇവർക്ക് ശരിയായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റുള്ളവർ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അതിനെ ഓരോന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ഇവർ അതേ കാര്യം ഇവർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവർ അത് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്, ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. അത്തരത്തിലൊരവസ്ഥ. നമ്പർ 8,
ഒരാളെ പുതുതായിട്ട് പരിചയപ്പെടുമ്പോൾ അവരോട് ഭയങ്കര സ്നേഹം കാണിക്കുക, അവർക്ക് വേണ്ടി എന്ത് എഫേർട്ടും എടുക്കും എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിക്കുക. അപ്പോൾ ഈ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇവര് ഭയങ്കര സ്പെഷ്യലായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾ എന്നൊക്കെ തോന്നും. അങ്ങനെ ഇവരുടെ സൈഡിലേക്ക് ആക്കാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിന്റെ തുടക്കത്തിൽ ഒരു ലവ് ബോംബിംഗ് ഒക്കെ നടത്തുക, ഇവരൊരു മാനിപ്പുലേഷൻ സ്കില്ല്, അതുപോലെ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്കില്ല് ഭയങ്കര കൂടുതലായിരിക്കും ഇവർക്ക് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇവരിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള കുറച്ച് സിംറ്റംസ്. അങ്ങനെ അല്ലാതെയും ഒരുപാട് പേഴ്സണലി പലർക്കും പല ടൈപ്പ് ഓഫ് സൈൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ കുറച്ച് സിംറ്റംസ് മാത്രം വെച്ച് നോക്കി നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്നും സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാരൻസിനായിക്കോട്ടെ, പാർട്ട്നേഴ്സിനായിക്കോട്ടെ, ഇനി മറ്റാർക്കെങ്കിലും ആയിക്കോട്ടെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് തേടുക എന്ന് മാത്രമല്ല, ഒരു ഒഫീഷ്യൽ ഡയഗ്നോസ് എടുക്കുക, വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുക. എന്തുകൊണ്ടായിരിക്കും ഒരാളിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവുന്നത്? അതിന്റെ എക്സാക്ട് റീസൺ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും പലപ്പോഴും ജനിതകമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ നിന്ന്, അതായത് പാരൻസിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടാറുണ്ട്. അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻസിലോ അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രക്ചറിലോ വരുന്ന ഒരു മാറ്റം കാരണം ഇത് ഉണ്ടാവാറുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സും എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സും മറ്റൊരു കാരണമാണ്. അതായത് പലപ്പോഴും ചെറുപ്പകാലത്ത് വേണ്ട രീതിയിൽ അറ്റൻഷൻ കിട്ടാത്ത ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പാരൻസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ പരിഗണിക്കപ്പെടാത്ത ഒരു കുട്ടിക്കൊക്കെ ഇത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഒരുപാട് ലാളിച്ച് വളർത്തിയിട്ടുള്ള കുട്ടികളിലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് റീസൺസ് ഇതിനുണ്ട്. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതമൊക്കെ നയിക്കാൻ സാധിക്കും. പക്ഷെ പലരും ഒരു ട്രീറ്റ്മെന്റിന് തയ്യാറാവാറില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു ഭാവം എന്നുള്ളത് ഇത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, എന്നെ വേണമെങ്കിൽ സഹിച്ചാൽ മതി, അവരിതിൽ ഹാപ്പി ആയിരിക്കും ഇങ്ങനെ മുന്നോട്ട് പോകാൻ. കാരണം അവരെക്കാൾ ബുദ്ധിമുട്ട് ഇതുകൊണ്ട് മറ്റുള്ളവർക്കാണ് എന്നുള്ളത് അവർ ബോധേഡായിരിക്കില്ല, അല്ലെങ്കിൽ അത് അവരുടെ ഒരു വിഷയമായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും അവർ വേണ്ട രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിനൊന്നും തയ്യാറാവാറില്ല, അല്ലെങ്കിൽ ഇത് മാറണം എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പാരൻസ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അങ്ങനെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് അവരെ നിർദ്ദേശിക്കുക, അവരോട് മാറാൻ നിങ്ങൾ നിർദ്ദേശിക്കുക. എന്നിട്ടും അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. കാരണം നാർസിസ്റ്റിക് അബ്യൂസ് നേരിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മെന്റൽ കണ്ടീഷനെയും ഒരുപാട് ബാധിക്കാറുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പോസ്റ്റ് നാർസിസ്റ്റിക് അബ്യൂസ് സിൻഡ്രം, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് നേരിട്ടതിന് ശേഷം എന്തൊക്കെ കണ്ടീഷൻസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്, അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ അവരിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.